ഹലോ മക്കളെ, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ തെരിയുടെ പരിപാടി എന്താ വെച്ചാൽ കുറച്ച് കുഴല കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. കുഴല എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ആ മുള്ളുള്ള, പക്ഷേ മുള്ളുള്ള മീനല്ല, കൊമ്പുള്ള മീൻ, സൂചി പോലത്തെ ആയിരിക്കും. അതിൻ്റെ മൂക്ക് സൂചിയായിരിക്കും. ഞാൻ മൂക്കെന്നൊക്കെ പറയും, എനിക്ക് മീനെക്കുറിച്ചൊന്നും വലിയ പിടിപാടൊന്നുമില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ആ സാധനം മാത്രം അങ്ങോട്ട് പൊട്ടിച്ചെടുത്ത് പിന്നെ നമ്മൾ എന്താ പറയുക, കഴുകിയിട്ട് ഉണക്കി വെക്കണം. അങ്ങനെ ആകുമ്പോൾ സൂചി പോലെ ആവുന്നുണ്ടോ നോക്കാം, കുത്തിയെടുക്കണം. അങ്ങനെ എന്താ പറയുക, ഈ നഖത്തിനുള്ളിൽ ചെടിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ കുത്തിയെടുക്കാൻ പറ്റും. എന്തെല്ലാം ഐഡിയകളാണ് ഈശ്വരാ എൻ്റെ തലയിൽ. അതാകുമ്പോൾ ഞാൻ ഈ കൊയല എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഞാൻ മുമ്പ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ കഴിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മറ്റ് മീനുകളൊക്കെ അത്യാവശ്യം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൊയല എന്ന് പറഞ്ഞ സാധനം കറി വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി അറിയാത്ത പരിപാടിക്ക് പോയിട്ട് വെറുതെ എന്തിനാ തെങ്ങിൻ്റെ ചോട്ടിൽ മരിക്കാനാക്കണേന്ന് ആലോചിച്ചു. എനിക്ക് തേങ്ങയൊക്കെ വെറുതെ കളയണ്ടേ, ആകപ്പാടെ തേങ്ങ എത്രയേ ഉള്ളൂ, അതും വെച്ച് പരീക്ഷിക്കാൻ വയ്യ. അങ്ങനെ ഇരിക്കെ പിന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊരിക്കാമെന്ന് വെച്ചു. പൊരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. വെറുതെ വേസ്റ്റ് ആയി പോവില്ല. പിള്ളേരാണെങ്കിലും പറക്കി കഴിച്ചോളും. അപ്പം എൻ്റെ പൂച്ചക്കുട്ടനാണെങ്കിൽ അതിൻ്റെ ബാക്കിലേ കൂടെ മണപ്പിച്ചുകൊണ്ട് നടക്കുക. എത്ര സമയം എന്ന് പറയാം, അവന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, കാലിൻ്റെ ഇടയിൽ അവന് തട്ടുകയാണ് മീൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മുറിക്കുമ്പോൾ എപ്പോഴും പുറത്ത് പോയിട്ടാണ് മുറിക്കുന്നത്. ഇന്നെന്തായാലും ഇത് ഫോൺ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അകത്തുനിന്ന് തന്നെ മുറിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പുറത്ത് പോയിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ തലയൊക്കെ അവിടെ തന്നെ ഇട്ട് കൊടുക്കും, അതുങ്ങൾ കഴിച്ചോളും. വേറെ വഴിയില്ല, എന്ത് ചെയ്യാനാ. അപ്പം ഈ ഒരു സാധനം കണ്ട, അതിൻ്റെ കൊമ്പ് എന്ന് പറഞ്ഞാൽ മൂക്ക്, എന്താ ഈ പറയേണ്ട ആ സാധനത്തിന്. ഇങ്ങനെയൊക്കെ ഒരു മീൻ. പിന്നെ എളുപ്പമാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടി. എനിക്ക് മറ്റ് മീനെക്കാട്ടിലും എനിക്ക് ഇഷ്ടമായി. എനിക്ക് മീൻ മുറിക്കാൻ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് മീനാണെങ്കിലും ഇഷ്ടമാണ്. ഇപ്പോൾ കത്രികയാണ്, മുമ്പൊക്കെ നമ്മൾ എന്താ പറയുക, കത്തി വെച്ചിട്ട് തന്നെ മുറിക്കും. ഇപ്പം കത്തിനെ കൊണ്ടൊന്നും പറ്റുന്നില്ല, കത്രിക തന്നെ ശരണം. കത്രിക കൊണ്ടാകുമ്പോൾ വലിയ മെനയില്ലല്ലോ, ആ കൈക്കൊന്നും പറ്റൂലല്ലോ. എന്താ അല്ലേ. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ട് വെച്ച് നമ്മൾ തന്നെ ഓണാക്കണം, നമ്മൾ തന്നെ ഓഫാക്കണം. എന്ത് ചെയ്യാനാ ഗൈസ്. വേറെ ആരെങ്കിലും വീഡിയോ പിടിക്കാനുണ്ടായിരുന്നു ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വല്ലതും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതും ഇല്ല. അതൊക്കെ പോട്ടെ. പറഞ്ഞു വന്നാൽ എവിടെയാണ് നമ്മൾ നിർത്തിയത്? അപ്പം കോയല. അപ്പോൾ കോയല ഇങ്ങനെ കുറച്ച് കിട്ടി കേട്ടോ. എനിക്ക് 12 എണ്ണം കിട്ടിയേ. 100 രൂപക്കാണെങ്കിൽ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. ഇത് തന്നെ ഞാൻ ഒരു കോയല 3 പീസാക്കിയിനി. 3 പീസാക്കിയത് കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ചിലപ്പോൾ 3-4 നേരം കഴിക്കാൻ പറ്റും. അത്രയും ഞാൻ കണ്ട. അതിൻ്റെ മൂക്കെടുത്ത് കാണിച്ചെന്ന്. അതൊന്നും പൂച്ച കഴിക്കില്ല കേട്ടോ, കഴിക്കാൻ പറ്റൂല അതുങ്ങൾക്ക്. കുറച്ച് ഇറച്ചി മാത്രമേ ഉള്ളൂ, തലയിൽ കളയാൻ പാകത്തിൽ വേറൊന്നുമില്ല. മൂക്ക് മാത്രം കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. എനിക്ക് നല്ല ഇഷ്ടമായി ഈ മീൻ. എന്താ പറയുക, നല്ല ഫ്രഷുമാണ്, ഒരു ഇതുമില്ല. എന്താ പറയുക, ക്ലീൻ ചെയ്യാനും എളുപ്പം. മറ്റു മീനേക്കാളും ഇങ്ങനെ ഒരു വൃത്തികേടൊന്നുമില്ല പുറത്ത്. പിന്നെ അതിൻ്റെ എന്താ പറയുക, ഈ ചെകിളി ആ സാധനങ്ങളൊന്നും ഇങ്ങനെ കാണാനൊന്നുമില്ല. ആ തലയോട് അതിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഫ്രഷ് തന്നെ. വാലും ചെറിയ കുഞ്ഞ് വാല്. ഈ മീൻ എത്ര വലുതാവുന്നെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു മീൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നറിയാമോ, നമ്മൾ തോട്ടിൽ നിന്നൊക്കെ പിടിക്കണ ഒരു സാധനം, ഇതുപോലെ തന്നെയായിരുന്നു അതിൻ്റെ മൂക്കും. അത് കണ്ടപ്പോൾ ഇതിൻ്റെ അമ്മയാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. അയ്യോ, എൻ്റെ തെറി പറയരുത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്ന് നമ്മൾ മീൻ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്കും കൂടി ബാക്കി ഉണ്ടാവും. കാരണം പിള്ളേരൊക്കെ പിറ്റേ ദിവസം രാവിലെ സ്കൂളിലൊക്കെ എണീച്ച് പോയി കഴിഞ്ഞാൽ ഉച്ചയൂണിന് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം പിന്നെ എനിക്ക് മാത്രം മതി. ഞാൻ ചിലപ്പം ഇപ്പം മീൻ വറുത്തതൊക്കെ അധികം കഴിക്കാണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ എന്താ അല്ലേ, കൊളസ്ട്രോളും കാര്യങ്ങളും ഹൈ ലെവലിലാവും പ്രായമാകുമ്പോൾ. അങ്ങനെ അത് വെട്ടി തുണ്ടമാക്കിയിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നല്ല പോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കുകയാണ്. അതിനകത്ത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വെച്ചിട്ട്, അത് ഞാൻ എടുക്കാൻ മറന്നുപോയതാണ് വീഡിയോയിൽ. അതും കൂടി ഇട്ടിട്ടുണ്ട്, കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചീനച്ചട്ടിയിൽ അത് ഫ്രൈ ചെയ്യാൻ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മളിത് ഈ പരുവത്തിൽ. എനിക്ക് ചീനച്ചട്ടി ആയതുകൊണ്ട് കേട്ടോ, അത് അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിപ്പോയി മീൻ. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോയുമായി നാളെ കാണുന്നവരേക്കും ടാറ്റാ.